മൂന്ന് മക്കളുടെ പിതാവായ വ്യക്തി മരണമടഞ്ഞത് അമിതമായ അളവിൽ വെള്ളം കുടിച്ചിട്ടെന്ന് കോടതിയിൽ മൊഴി. ഹോസ്പിറ്റലിലെ സാധാരണ പരിശോധനയ്ക്ക് ശേഷം അമിതമായ അളവിൽ വെള്ളം കുടിക്കാൻ നിർബന്ധിതനായ ഡുബ്ലിൻ സ്വദേശി ഷോൺ ഒ ഡൊണൈൽ എന്ന 59-കാരനാണ് വാട്ടർ ഇൻടോക്സിക്കേഷൻ മൂലം മരണമടഞ്ഞത്. വൈദ്യശാസ്ത്രപരമായി ഹൈപ്പോനാട്രീമിയ എന്ന് അറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണിത്. കുംഫു ഇതിഹാസം ബ്രൂസ്ലി മരണമടഞ്ഞതും ഈ രോഗാവസ്ഥ മൂലമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെങ്കിലും അമിതമായ അളവിൽ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് പൊടുന്നനെ കുറയാൻ ഇടയാക്കും. ശരീരകോശങ്ങളിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ് സോഡിയം. സോഡിയത്തിന്റെ അളവ് ഒരു പരിധിക്കപ്പുറം കുറഞ്ഞാൽ അത് ശരീരകോശങ്ങൾക്ക് ഉള്ളിലും അതിനു ചുറ്റുമായും ജലം അടിഞ്ഞുകൂടാൻ ഇടയാക്കും. ഇത് കോശത്തിൽ വീക്കത്തിന് ഇടയാക്കുന്നു. ഇത് ഏറ്റവും അപകടകരമായ നിലയിലെത്തുന്നത് മസ്തിഷ്കത്തിലാണ്. തലയോട്ടിയാൽ ശക്തമായി ചുറ്റപ്പെട്ടിരിക്കുന്ന മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം വികസിക്കാൻ കഴിയില്ല. ഒരു മണിക്കൂറിൽ 1.4 ലിറ്റർ വെള്ളമോ അതല്ലെങ്കിൽ 4 പിഞ്ചുകളോ കഴിച്ചാൽ മസ്തിഷ്കം ഈ അവസ്ഥയിൽ എത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഹൈപ്പോനാട്രീമിയ ബാധിച്ച 4 പേരിൽ ഒരാൾ വീതം മരണപ്പെടുന്നു എന്നാണ് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. 2020 ജനുവരിയിൽ സാധാരണ ചികിത്സയ്ക്കായി ഡുബ്ലിനിലെ സെയിന്റ് വിൻസെന്റ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ഒ ഡൊണൈലിനെ ചികിത്സയ്ക്ക് ശേഷം ധാരാളം വെള്ളം കുടിക്കുന്നതിന് നിർബന്ധിക്കുകയായിരുന്നു എന്നാണ് ഡുബ്ലിനിലെ കോടതി പറഞ്ഞത്. എന്നാൽ ഇയാൾ എത്രമാത്രം വെള്ളം കുടിക്കുന്നു എന്നത് ജീവനക്കാർ നിരീക്ഷിച്ചില്ല. അതേ ദിവസം രാത്രി 7 മണിയോടെ അയാൾ മരണമടയുകയും ചെയ്തു. കർത്തവ്യ നിർവഹണത്തിന് വീഴ്ച വരുത്തിയെന്ന് സമ്മതിച്ച ആശുപത്രി അധികൃതർ ഒ ഡൊണൈലിന്റെ കുടുംബത്തിന് 29,500 പൗണ്ട് നഷ്ടപരിഹാരമായി നൽകി. ഒരാളിൽ എത്രമാത്രം വെള്ളം കുടിച്ചാൽ ഹൈപ്പോനാട്രീമിയ ബാധിക്കാമെന്നത് ഓരോരോ വ്യക്തികളെ ആശ്രയിച്ച് വ്യത്യസ്തമായിരിക്കും. എന്നിരുന്നാലും അമേരിക്കയിലെ സെന്റേഴ്സ് ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നൽകുന്ന നിർദ്ദേശം 1 മണിക്കൂറിൽ 1.4 ലിറ്ററിലധികം വെള്ളം കുടിക്കരുത് എന്നാണ്. ഇത് വെള്ളത്തിന് മാത്രമല്ല, ദ്രാവക രൂപത്തിലുള്ള എന്തിനും ഇത് ബാധകമാണ്. മാരത്തോൺ താരമായ ഡേവിഡ് റോഞ്ചേഴ്സ് എന്ന 22-കാരൻ 2007 ലണ്ടൻ മാരത്തോണിനിടയിൽ അമിതമായ അളവിൽ വെള്ളം കുടിച്ചതിനാൽ മരണമടഞ്ഞിരുന്നു. കുംഫു ഇതിഹാസം ബ്രൂസ്ലി മരണമടഞ്ഞതും അമിതമായ അളവിൽ വെള്ളം കുടിച്ചതിനാലാണെന്നാണ് ഗവേഷകർ കരുതുന്നത്. 1973 ഹോങ്കോങ്ങിൽ വെച്ച് തന്റെ 32-ാം വയസ്സിലായിരുന്നു അദ്ദേഹം മരണമടഞ്ഞത്. മസ്തിഷ്ക വീക്കമായിരുന്നു മരണകാരണം. എന്നാൽ അന്ന് ഡോക്ടർമാർ അതിന് കാരണമായി പറഞ്ഞത് വേദന സംഹാരികളുടെ ഉപയോഗമായിരുന്നു എന്നാണ്. അടുത്തിടെ ഇതുമായി നടത്തിയ ചില പഠനങ്ങളാണ് ബ്രൂസ്ലി അമിതമായ അളവിൽ വെള്ളം കുടിച്ചിരിക്കാം എന്ന അനുമാനത്തിലെത്തിയത്.